പശ്ചിമബംഗാൾ ഗവർണർ CB ആനന്ദബോസിന് വധഭീഷണി. ലോക് ഭവന് സുരക്ഷ വർദ്ധിപ്പിച്ചു. അർദ്ധരാത്രി അടിയന്തര സുരക്ഷാ യോഗം ചേർന്നാണ് സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമെടുത്തത്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർജുൻ, ഗുഡ് മോർണിംഗ്. എവിടെ നിന്നാണ് ഈ വധഭീഷണി വന്നത് എന്നത് സംബന്ധിച്ച്, എന്റെ ഉറവിടം സംബന്ധിച്ച് എന്തെങ്കിലും വ്യക്തമാണോ? എന്താണ് നിലവിൽ സ്ഥിതി? ഈ ഉറവിടത്തെ സംബന്ധിച്ച് ഇപ്പോൾ അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ. അതിനെ സംബന്ധിച്ച് സ്ഥിരീകരിച്ച വിവരം നിലവിൽ ബംഗാൾ പോലീസോ അതിനപ്പുറത്തേക്ക് കേന്ദ്ര സർക്കാരോ പുറത്തുവിട്ടിട്ടില്ല. ഇന്നലെ രാത്രിയായിരുന്നു ബംഗാൾ ഗവർണറുടെ CB ആനന്ദബോസിന്റെ ഓഫീസ് മെയിലിലേക്ക് ഒരു വധഭീഷണി സന്ദേശം എത്തുന്നത്. ബോംബ് വെച്ച് തകർക്കും എന്നുള്ളതായിരുന്നു ആ സന്ദേശത്തിന്റെ ഉള്ളടക്കം, മെയിലിന്റെ ഉള്ളടക്കം. അതിന് പിന്നാലെ പരാതിയായിട്ട് CB ആനന്ദബോസിന്റെ ഓഫീസ് തന്നെ ഇക്കാര്യം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിച്ചു. Z+ സെക്യൂരിറ്റിയുള്ള ഒരു വ്യക്തിയാണ്, ഒരു ഗവർണറാണ് CB ആനന്ദബോസ്. പോലീസിന് പുറമെ ഡൽഹിയിലേക്ക് എത്തുമ്പോഴായാലും അതല്ല മറ്റിടങ്ങളിൽ സഞ്ചരിക്കുമ്പോഴായാലും CRPFന്റെ അധിക സുരക്ഷ കൂടിയുണ്ട്. എന്തായാലും ഈ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രി തന്നെ ലോക് ഭവനിൽ, ബംഗാൾ ലോക് ഭവനിൽ ഏതൊക്കെ തരത്തിൽ കൂടുതൽ സുരക്ഷയാകാമെന്നുള്ള കാര്യത്തിൽ ഒരു സുരക്ഷാ അവലോകന യോഗം അർദ്ധരാത്രിയോടെ തന്നെ ചേർന്നിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ സുരക്ഷ വർദ്ധിപ്പിച്ചിരുന്നു. ഇന്ന് രാവിലെയും ഇപ്പോൾ കൊൽക്കത്തയിലെ ലോക് ഭവനിൽ അധിക സുരക്ഷയും പരിശോധനയും എല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനമായിട്ടും ഈ മെയിൽ, അത് ആ ഉള്ളടക്കം ഉണ്ടായിരുന്നത് ബോംബ് വെച്ച് തകർക്കും എന്നുള്ള കാര്യമായിരുന്നു. അത് എവിടെ നിന്ന് വന്നു, ആരാണ് ഈ സന്ദേശത്തിന് പിന്നിൽ എന്നുള്ള കാര്യം കണ്ടെത്തുകയാണ്. അതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ പരിശോധനകൾ ഈ ഒരു ഘട്ടത്തിൽ നടക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ് CB ആനന്ദബോസിന്റെ ഓഫീസിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്ന കാര്യം. ശരി, അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. CB ആനന്ദബോസിന് ആണ് വധഭീഷണി വന്നത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുകയാണ് പോലീസ്. ശക്തമാക്കിയിട്ടുണ്ട് സുരക്ഷ.